അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ നാസർ പന്നാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥി കിട്ടിയിട്ടുണ്ട്. വളരെ ചെറുപ്പക്കാരനാണ്. എത്ര വയസ്സായി? അതിന് തുടങ്ങാലോ. 43 നുബുവത്ത് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇസ്ലാമിക വിഷയങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടുണ്ടോന്ന് അറിയാനാണ് ചോദിച്ചത്. തമാശയാണ്, സീരിയസ് ആയിട്ട് ആരും എടുക്കണ്ട. ഇനിയിപ്പോൾ ചിലർ പറയും 40 വയസ്സ് ചെയ്യാത്തവർക്ക് 10 ഒന്നും പറയാൻ പാടില്ല എന്ന് പറയും. അപ്പം അതൊന്നും വേണ്ട. അപ്പൊ ഇന്ന് എനിക്ക് തീരെ ബന്ധമില്ലാത്തൊരു സബ്ജക്റ്റാണ്. നമ്മളിങ്ങനെ ദൂരത്തുനിന്ന് കാണും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ പണ്ഡിതന്മാർ ആര് പറയണാണ് ശരി, ആര് പറയണാണ് തെറ്റ് എന്ന് പറയാൻ അത്രത്തോളം രീതിയിൽ പലരും നമ്മളൊക്കെ കേട്ട് പഠിച്ച മസാലകളൊക്കെ തന്നെ പലരും പല രീതിയിലാണ് ഇപ്പോൾ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചാണ് ഇതാക്കുന്നത്. അപ്പൊ ഞാനിത് ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയിൽ ആബിദ് ഉദവി അതിന്റെ മുമ്പ് അത് പറയാൻ മറന്നുപോയി. ആബിദ് ഉദവി നല്ലൊരു പ്രഭാഷകനാണ്, നല്ല പ്രാസംഗികനാണ്, നല്ലൊരു അധ്യാപകനാണ്, നല്ലൊരു സുഹൃത്തു കൂടിയാണ്. സാധാരണ എനിക്ക് മൂല്യമാരെ പേടിയാണ്. മൂല്യമാരിങ്ങനെ ബലം പിടിച്ചു നിന്നിട്ട് ഈ പൗരോഹിത്യം വല്ലാതെ കൊണ്ടു നടക്കുന്നത്, ഞാനത് ഓപ്പണായിട്ട് പറയുന്ന ആളാണ് കേട്ടോ. അപ്പോ ഇന്ന് ചോദിക്കാനുള്ളത്, ഇപ്പോ കേരളത്തിലും ഈടായിട്ട് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ഇസ്ലാമിൽ നിന്ന് വലിയൊരു ശതമാനം ആളുകൾ നല്ല എഡ്യൂക്കേറ്റഡ് ആളുകളാണ്. ഇസ്ലാമിലെ ഹദീസും ആയത്തുകളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് നിരീശ്വരവാദം പ്രോത്സാഹിപ്പിക്കുന്ന സംഭവം. ഒന്ന് വളരെ മോശമായ രീതിയിൽ അതിനുവേണ്ടി ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്ന വിഭാഗമുണ്ട്. രണ്ടാമതൊന്ന് ആയത്തും ഹദീസൊക്കെ ഓതി എല്ലാ ഹന്തും ഭീഷ്ണിയൊക്കെ ഓതി തുടങ്ങിയിട്ട് പറയുന്നത് മുഴുവൻ ഇസ്ലാമിക വിരുദ്ധമാണ് നമുക്കൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. അതൊരു ഷിയാക്കളുടെ ഒരു സ്വാധീനം അതിലുണ്ടോ എന്നെൻ്റെ സംശയം. ഇപ്പോ ഞാൻ ഇന്നലെ മുസ്തഫ ഒരു സർവവേദ സത്യവാദം അദ്ദേഹം പഠിച്ചത് മർക്കസിലാണ് സംശയം അല്ലേ? പഠിച്ചാണെങ്കിലും എന്തായാലും തെറ്റായ ആശയങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയാൾ പറഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സമാധാനം. ഇപ്പൊ ഖബറിൽ ചോദ്യം ചെയ്യലില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഉള്ളി പറഞ്ഞത്. ഖബറിൽ ചോദ്യം ഇല്ല, കാരണം അള്ള പറഞ്ഞിട്ടുണ്ട് ശരി തെറ്റൊക്കെ വിലയിരുത്ത മനുഷ്യരെ എന്നാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രമാദമായ ഒരു വിഷയം നമുക്ക് വേദന തോന്നി. ഒന്ന് ഫാത്തിമ ബീവിയുടെ മരണം, അതൊരു വീടിന് തീ കൊടുത്ത് തീയിട്ട് വന്നതാണ്. റസൂലിന് അതേപോലെ തന്നെ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ചത് ഖൈബർ യുദ്ധത്തിലല്ലേ, ഒരു ജൂത സ്ത്രീ ഒരു ഭക്ഷണത്തിൽ എന്തോ വിഷം കലക്കി കൊടുത്തു, അതിന്റെ എഫക്റ്റാണ് ഉണ്ടായതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മറ്റൊരു വീക്ഷണത്തിൽ അതും ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം, ഒരു ഗ്രൂപ്പ്, ഒരു മുസ്തഫ മാത്രമല്ല ഒരുപാട് മുസ്തഫമാര് ഇന്ന് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇനി ഞാൻ ചോദ്യം ചോദിച്ചാൽ ഇടക്കിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോ ഇതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഇപ്പോ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണത്. അപ്പൊ അതിന്റെ ആളുകൾക്ക് ഒരുപാട് ആൾക്ക് തെറ്റിദ്ധാരണ ഉണ്ട്. കുറെ ആളുകൾ ഇപ്പൊ സമാധാനമായി നിർദ്ദിക്കുന്നത്, കാരണം ഖബറിൽ ചോദ്യമില്ല, ഇങ്ങനെ പരിപാടികളൊന്നും ഇല്ല, പിന്നെ പേടിക്കാനില്ലല്ലോ. അപ്പോ ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോ നാസർക ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ നാസർക്ക് എനിക്കും വളരെ വേണ്ടപ്പെട്ടൊരു സ്നേഹിതനാണ്, നല്ലൊരു സുഹൃത്താണ്, നല്ലൊരു നിരൂപകനാണ്, നല്ല പത്രപ്രവർത്തകനാണ്. ചാനൽ 5+ എന്ന് പറയുന്ന ചാനലിന്റെ എല്ലാമാണ്. അൽഹംദുലില്ലാഹ്. ഏതായാലും ഇന്ന് ഇത് വിശുദ്ധ റമദാനിന്റെ ആദ്യത്തെ 10 നമ്മൾ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വിഷയമാണ് നിങ്ങളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയും പക്വതയും കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ആദ്യമായിട്ട് എന്നോടും ഇത് കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഉബൂദിയത്ത് എന്ന് പറയുന്ന ഒരു സംഭവം, സ്ലൈവറി എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു അടിമത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡു ഓർ ഡൈ, ഡോണ്ട് ആസ്ക് വൈ. എന്താണ് നമ്മളോട് ഇങ്ങോട്ട് തിരിച്ചൊരു മറിച്ചൊരു ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലാതെ നമ്മൾ കംപ്ലീറ്റ് നമ്മുടേതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ അതിൽ പ്രധാനമായി നമുക്ക് അഖീദപരമായുള്ള കാര്യങ്ങളുണ്ട്, കർമ്മപരമായ കാര്യങ്ങളുണ്ട്, ഇസ്ലാം ഈമാൻ എന്നൊക്കെ അതാണ് പറയുന്നത്. അപ്പൊ അതിൽ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അത് ഒരുപക്ഷെ നമുക്ക് നേരിട്ട് കണ്ണിൽ ഇവിടുന്ന് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇപ്പൊ ഖബറിലെ അദാബിന്റെ ഒക്കെ ഒരു വിഷയം അങ്ങനെയാണ്. പക്ഷെ അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. ഈമാനിൽ തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അതുപോലെ നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഈമാനികമായി നമ്മളോട് വിശ്വസിക്കാൻ കൽപ്പിക്കപ്പെട്ടത് വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരു മുഅ്മിനായി മാറുന്നുള്ളൂ. അതുപോലെ കർമ്മപരമായ കാര്യങ്ങൾ നമുക്ക് അൽഹംദുലില്ലാഹ് നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിൽ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ അനുഷ്ഠിക്കണം. അത് അനുഷ്ഠാന കർമ്മങ്ങളുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ്
ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിന്റെ ഒരു പൂർത്തീകരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ കക്ഷി അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പോലെയുള്ള പല ആളുകൾ, ധാരാളം ആളുകൾ അങ്ങനെ വേറെ എന്തോ ഒരു ഫണ്ടിങ് ആണെന്നാണ് നമുക്ക് തോന്നിപ്പോകുന്നത്. ആകാം. അതായത് ഇവിടെ ഒരു നമ്മൾ പൊതുവായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം മാത്രമൊന്നുമല്ല ഇപ്പം മതങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ ഉള്ളത്. പക്ഷെ എല്ലാവരും എന്തുകൊണ്ട് ഇസ്ലാമിനെ കൊത്തുന്നു എന്നുള്ളത് നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പരിശുദ്ധ ഞാൻ എൻ്റെ ഒരു വീക്ഷണത്തിലൂടെ പറയുമ്പോൾ, ഇപ്പോൾ ലോകത്തിന്റെ റവന്യൂ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് അത് സെക്സ് ആണ്, അതുപോലെ തന്നെ മറ്റൊന്ന് ഇൻട്രസ്റ്റ് പലിശയാണ്, അല്ലെ? അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇസ്ലാം തീരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡ്രഗ്സ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പറയാം. ഒന്ന് ഡ്രഗ്സ്, മറ്റൊന്ന് സെക്സ്, മറ്റൊന്ന് ഇൻട്രസ്റ്റ് പലിശ. ഈ 3 കാര്യങ്ങളും ഇസ്ലാം വളരെ പടിക്ക് പുറത്ത് എന്ന് പറയുന്ന രീതിയിലാണ് ഇസ്ലാമിനെ മാറ്റി നിർത്തുന്നത്. പക്ഷെ ലോക റവന്യൂ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റവന്യൂ വരുന്നത്, ഒരു രാജ്യത്തിന് വരുമാനമൊക്കെ വരുന്നത് ഇതിലൂടെയാണ്. അപ്പൊ ഇസ്ലാം ഒരിക്കലും ഇതിന് 3ഉം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് ഇസ്ലാം അങ്ങേറ്റം ഹറാമായി, പ്രോഹിബിറ്റായി മാറ്റി നിർത്തപ്പെട്ട സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം എനിക്ക് തോന്നുന്നു ഇസ്ലാം പൊതുവെ ഒരു ലോകാടിസ്ഥാനത്തിൽ എതിർക്കപ്പെടാനുള്ള ഒരു മതം. അതായത് സത്യത്തിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തൊരു സമാധാനത്തിന്റെ മതമാണ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യണം. ഇപ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലൻ തർഹമു. അപ്പൊ ഈ ഹദീസിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളാരും കരുണ ചെയ്തവരാവില്ല എന്നാണ്. അപ്പൊ സഹാബത്ത് വളരെ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, പുണ്യ നബിയെ, ഞങ്ങൾ വല്ലാതെ കരുണ കാണിക്കുന്നവരാണല്ലോ, എന്നിട്ടും എന്തേ നിങ്ങൾ ഇങ്ങനെ പറയുന്നു? അപ്പൊ പറഞ്ഞത്, ആ മുസ്ലിം സമുദായത്തോട് മാത്രമല്ല, മറ്റ് ഹൈന്ദവരോട്, ക്രൈസ്തവരോട്, ആ മൊത്തം സമൂഹത്തോട് നമ്മൾ കരുണയുള്ളവരായി മാറണം. പ്രകൃതിയോട് കരുണയുള്ളവരാവണം, മൃഗങ്ങളോട് കരുണ. അപ്പൊ അങ്ങനെയുള്ള മൊത്തം ഒരു കരുണയും ആർദ്രതയും അലിവും കനിവും ഉള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ മാത്രം, അല്ലാണ്ട് എൻ്റെ പാർട്ടിക്കാരോട് മാത്രം, അല്ലെങ്കിൽ എൻ്റെ മുസ്ലിങ്ങളോട്, എൻ്റെ സമുദായത്തിൽപ്പെട്ടവരോട് മാത്രം എന്നുള്ളതാകരുത് നിങ്ങളുടെയൊക്കെ കരുണയുടെ കൺസെപ്റ്റ് എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ ഈ ഒരു കരുണയുടെ പിന്നെ സത്യത്തിൽ അതിനൊക്കെ ഒരു പരിധി വരെ ഇന്ന് പിന്നെ അബിദുദവി തച്ചൻ അടക്കമുള്ള ഉസ്താദുമാർക്ക് അതിലൊരു പങ്കുണ്ടെന്ന് എനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ല. മൊത്തമൊക്കെയാണ് പറയുന്നത്. കാരണം ഇന്ന് പണ്ഡിതന്മാര് ഈ ശരിക്കും ഇസ്ലാമിന്റെ സത്ത ഇപ്പോ നമുക്കറിയാം, ഇത്രയും ശാസ്ത്രീയമായിട്ട് ഈ പിന്നെ നമ്മുടെ ജീവിതത്തിന് തന്നെ എല്ലാ പ്രകൃതിയാണെങ്കിലും സയൻസാണ്, ഇതിനൊക്കെ വിശദീകരിച്ച അടിസ്ഥാന ഒരു മതം വേറെ ഉണ്ടാവില്ല. ഇപ്പൊ നാളെ ഖിയാമത്ത് നാളാണെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ അത് നടണം. കാരണം നാളെ എന്ത് എന്നുള്ളതല്ല, അതാണ് നമ്മൾ പ്രകൃതിയോടുള്ള ഏറ്റവും വലിയൊരു മെസ്സേജാണ്. അതിലൊരു പോസിറ്റിവിറ്റിയുടെ മെസ്സേജ് കൂടെയാണ്. നമ്മൾ പോസിറ്റീവ് സ്ട്രോക്കിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മളെല്ലാ മോട്ടിവേഷൻ ടീംസ് ഒക്കെ പറയുന്ന ഒരു കാര്യം, അതും കൂടി ഇതിനകത്ത് ആശയം ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മൾ വളരെ പോസിറ്റീവാണ്. നാളെ അങ്ങനെയാണ്, അതൊന്നും ആലോചിക്കണ്ട, നമുക്ക് എപ്പം ചെയ്യാനുള്ളത് എന്താ ചെയ്യുക, അത് വളരെ ആശയം കൂടി പറയും. ഇപ്പൊ ഈ ബെഡ് ചെയ്യുന്ന മാവും പ്ലാവൊക്കെ ഉള്ളതുകൊണ്ടാണ് പലരും കുഴിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് 58 വയസ്സായി, 2 കൊല്ലം കഴിഞ്ഞ പെൻഷൻ കിട്ടും. അപ്പൊ ഈ 58 വയസ്സായി ഞാൻ ഇനിയിപ്പോ എന്തിനാ മാവ് വെച്ചിരുന്നു, അത് 10-12 കൊല്ലം കഴിഞ്ഞ് കായ ഉണ്ടാകുമ്പോൾ എനിക്ക് കിട്ടും. ഇത് 2 കൊല്ലം കൊണ്ട് കിട്ടുന്നുള്ളതുകൊണ്ടാണ് പലരും കുഴിച്ചിടുന്നത്. അതേസമയത്ത് ആ അവിടെയാണ് ഇസ്ലാം പറയുന്നത്, നാളെ ലോക അവസാനമാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു മരം കിട്ടാൻ ഓരോ കാര്യം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ കുറിച്ചും വളരെ ശാസ്ത്രീയമായിട്ട് പറയും. ഇത് ശരിക്ക് ഇസ്ലാം ജനങ്ങളിലേക്ക് ഇത് പഠിപ്പിക്കുന്നതിന് പകരം എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇംഗ്ലീഷ് അക്ഷരമായിട്ട് 26 അക്ഷരമുള്ളൂ അല്ലെ, അത് കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്താ ചെയ്യാറില്ല. ഇപ്പൊ നമ്മളെ സമുദായത്തിൽ ഒരുപാട് സംഘം ബിയും സിയും, ഇപ്പൊ ജിന്നിന് ചെയ്ത്താനൊക്കെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ മുജാഹിദിൽ ജിന്ന് മുജാഹിദുണ്ട്, ആട് മുജാഹിദുണ്ട്. ഇപ്പൊ ഒട്ടകത്തിന് വേറെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ ഞാനൊരു മൂല്യാരോട് ചോദിച്ചാൽ എന്താ അവസ്ഥ ഞാൻ ചോദിച്ചാൽ, അള്ളാഹ് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്റെ സമുദായം അവസാന കാലം ആകുമ്പോൾ 73 അല്ലെ, അപ്പൊ അത് എണ്ണം കഴിഞ്ഞാൽ മോശമല്ല എന്ന് പറഞ്ഞിട്ട് അതിന് മെനക്കെടുന്ന ആളുകളുണ്ട് പോലെ. അപ്പൊ ഇവിടെ എനിക്ക് ഇതിന്റെ ഇടയിൽ പറഞ്ഞു എന്നുള്ളൂ, ശരിക്ക് യഥാർത്ഥ ഇസ്ലാമിന്റെ മെസ്സേജ് ഈ ഗ്രൂപ്പീസൊക്കെ മാറി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ക്ലിപ്പും ഇതൊക്കെ ഇടുന്നതിന് പകരം ജനങ്ങൾക്ക് എത്തിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് ആ പണ്ഡിതന്മാരെടുത്ത് അതിൽ പോരായ്മയുണ്ട്. അത് തീർച്ചയായിട്ടും പറഞ്ഞത് ഇസ്ലാമിനെ കൺവേ ചെയ്ത് കൊടുത്തിടത്തുള്ള ആ ഒരു മിസ്റ്റേക്ക് നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും കാരണം ഇസ്ലാം അത്രയും നല്ലൊരു മതമാണ്. പക്ഷെ അതിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തതോ അല്ലെ കൊടുക്കുന്നിടത്തോ മറ്റൊക്കെ ഉണ്ടായ അത്. പിന്നെ മാത്രമൊന്നല്ല, പണ്ട് കാലങ്ങളിലൊക്കെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു വ്യക്തിയിലേക്ക് നോക്കിയിട്ടാണല്ലോ ഇസ്ലാമിനെ വിലയിരുത്തിയിരുന്നത് അല്ലെ. പക്ഷെ അത് നിങ്ങൾ പറഞ്ഞ പോലെ പലരും ആ ഒരു ചിട്ടയിൽ നിന്നും മറ്റൊക്കെ മാറി പോയി എന്നുള്ളതും ഒരു പക്ഷേ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നിടത്ത് പൊതുജനങ്ങൾക്ക്
അവർക്കുള്ള ഒരു എന്താ പറയാ അങ്ങനെയൊക്കെ ഇസ്ലാമിനെ മോശമായി മനസ്സിലാക്കാൻ കാരണമായിട്ടുണ്ടാവാം. ഓക്കെ, പറഞ്ഞു വരുന്നത് അപ്പൊ ഇസ്ലാം ഏറ്റവും നല്ലൊരു മതമാണ്, അതിനെ കൺവേ ചെയ്യുന്നിടത്തുള്ള ഒരു സംഭവം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മളിപ്പോ പൊതുവായിട്ട് ഒരു മെയിൻ സ്ട്രീമിൽ നിന്ന് നോക്കുമ്പോൾ ഇസ്ലാമിനെ ആരാണോ എതിർക്കുന്നത് അവർക്ക് മാർക്കറ്റ് കിട്ടുന്ന ഒരു അവസ്ഥ ലോകത്ത് ഉണ്ട്. അത് പണ്ടൊക്കെ പണ്ടേ ഉണ്ട്. അത് ഇസ്ലാമിനെ എതിർക്കുകയാണെങ്കിൽ എന്താണ്, അയാളെ ഏറ്റവും അയാൾക്കുള്ള ഒരു സ്ഥാനം കിട്ടുക, അയാൾക്ക് അംഗീകാരം കിട്ടുക, അങ്ങനെ ഒരു സംഗതി ലോകാടിസ്ഥാനത്തിൽ തന്നെയുണ്ട്. അതുകൂടി ഒരു പക്ഷേ ഈ നേരത്തെ നിങ്ങൾ പറയപ്പെട്ട കക്ഷിക്കും അങ്ങനെയുള്ളവർക്കും ഒരു പ്രചോദനമായിട്ടുണ്ടാവാം. അവർക്ക് നല്ല ഫണ്ടിങ് വരുന്നുണ്ടാവാം. കാരണം നിങ്ങൾ ഇസ്ലാമിനെ പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മുടെ ചില തട്ടമിട്ട കുട്ടികളടക്കം ഖുറാന്റെ നിയമങ്ങൾ മാറ്റി എഴുതണം എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ അംഗീകാരമാണ് പുറത്ത് കിട്ടുന്നത്. അപ്പോൾ ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഒരു മുസ്ലിം ലാബിൾ നമുക്ക് ഉണ്ടാവുകയും എന്നിട്ട് ഇസ്ലാമിന്റെ തത്വങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പുറത്ത് കിട്ടുന്ന ഒരു മാസ് അംഗീകാരം, അത് ഒരു പക്ഷേ ഇത്തരം ആളുകൾക്ക് ഇതിലേക്ക് പോകാൻ കാരണമായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതെന്ന് വെച്ചാൽ അതൊരു തുലം ടീമിന്റെ ഒരു ലക്ഷ്യം അങ്ങനെ ആയിരിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പൊ നമ്മൾ അതിന്റെ ഇതിലേക്ക് വരാം. ഇപ്പൊ ഇയാൾ പറയുന്ന ആശയങ്ങൾ അതാബിനെ കുറിച്ച്, അപ്പൊ നമ്മൾ ഖബറിന്റെ അതാബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതൊരിക്കലും നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അല്ല, അത് കൃത്യമായിട്ട് വിശ്വാസപരമാണ്. അപ്പൊ നമ്മള് ആമന റസൂൽ എന്നൊക്കെ പറയുന്നല്ലോ, ആ ഒരു അതൊരു എന്താ പറയാ ഒരു ഈമാനികമായിട്ടുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നതാണ്. അല്ല, നിസ്കാരത്തിൽ നമ്മൾ അവസാനത്തെ തയ്യാത്തിൽ ഖബറിന്റെ അദാബിനെ കുറിച്ച് ഉണ്ട്. അപ്പൊ അതൊരു വിശ്വാസം, അങ്ങനെ ഒരു പിന്നെ അവസാനത്തെ തയ്യാത്ത് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, അവിടെയാണ് നമ്മൾ ആദ്യം എന്ന് വെച്ചാൽ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ആരോട് അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിപ്പോ എല്ലാവരും വിചാരിച്ച ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. ഇപ്പൊ വിർച്വൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആർക്കും എന്തും കയറിയിട്ട് വിളിച്ചു പറയാനും പിന്നെ ഇടപെടാനും പറ്റുന്ന ഒരു ഏരിയ എന്നുള്ളതാണ് ഒരു ഭാഗമായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. സത്യത്തിൽ അത് അങ്ങനെയല്ലല്ലോ. ഇസ്ലാമിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അഭിസംബോധന ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന ആളുകളോട് മാത്രമാണ്. ഇപ്പൊ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തോ അടക്കട്ടെ, പക്ഷെ അള്ളാഹു ഏകനാണ് എന്നും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ തിരുദൂതരാണ്, അവസാന പ്രവാചകനാണെന്നും വിശ്വസിക്കുന്ന, അതിൽ വിശ്വാസമുള്ള ഒരാളോട് മാത്രമാണ് നമ്മുടെ സംവേദനം തന്നെ പോകുന്നുള്ളൂ, അവിടെ അത് ഫലം ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഇത് ഇയാളുടെ ഈ വിഷയത്തിൽ തൗഹീദ്, റിസാലത്ത്, ആഖിറം, അങ്ങനെ ഒരു 3 സംഗതി. എന്നാലും ഇതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും കഴിയും. ഇപ്പോ പിന്നെ റസൂലിന്റെ ഫാത്തിമ മരണം തന്നെ അത് നമുക്കൊരു പുതിയ അറിവാണ്. പക്ഷെ അതിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, റസൂല് മരിച്ച് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബയ്യത്ത് ബാക്കി ഇത് പിന്നെ ഖലീഫായിട്ട് തീരുമാനിച്ചപ്പോ ആ ദിവസമാണ് പിന്നെ ഉമറത്താവ് വന്നിട്ട് ഞാൻ വിചാരിച്ചാൽ ഈ വീടടക്കം കത്തിച്ച് കളയും എന്നൊക്കെ പറയുന്നത് എന്നവിടെ പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും അല്ലല്ലോ പിന്നെ ഫാത്തിമ ബീവി മരിച്ചത്, ആണോ? അല്ലല്ല, ഫാത്തിമ പിന്നെ റസൂലുള്ളാഹി വഫാത്തായി 6 മാസം കഴിഞ്ഞ. ഇവരൊന്ന് 2 മാസം ഒന്നും പറയണ്ട അതിന്റെ ഇടയിൽ. ഇല്ല, 6 മാസം. റമദാനിലാണ് പിന്നെ വഫാത്ത്. റസൂൽ റബീഉൽ അവ്വൽ പോകുന്നു, റമദാനായപ്പോ ഫാത്തിമ ബീവി 6 മാസത്തിന്റെ ഗ്യാപ്പ്. അവരതിൽ പറയുന്നത് ഇതാണ്, രാത്രി ആണ് മയ്യത്ത് മറവ് ചെയ്തത്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ എങ്ങാണ്ട് മയ്യത്ത് കാണാൻ സമ്മതിച്ചില്ല. അതൊക്കെ ചരിത്രപരമായി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതിന് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളതാണ്, ഒരു പിൻബലവും ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഒരു എന്താ പറയുക നെയ്യിട്ട ഭാഷയിൽ ഇങ്ങനെ പറയുമ്പോൾ അതിനൊരു അങ്ങനെ ഉണ്ടല്ലോ, നമ്മളൊരു വിഷയം ധരിപ്പിച്ചിട്ട് ആളുകളെ അതിലേക്ക് അങ്ങോട്ട് വശംവദരാക്കുക എന്ന് പറയുന്ന ഒരു തീരാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഇസ്ലാമിക ചരിത്രപരമായ അതിന്റെ വസ്തുതകളോ മറ്റോ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് യാതൊരു എന്താ പറയുക പുലബന്ധം പോലും ഇല്ല എന്നുള്ളതാണ്. അത് മുസ്ലിം സഹോദരന്മാർ, ഹബീബിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, തിരുനബിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കൊന്നും ഇതൊരു വിഷയമേ ഇല്ല. കാരണം അതൊക്കെ നമ്മൾ പുച്ഛത്തോടെ, വളരെ പുച്ഛത്തോടുകൂടി തന്നെ അവമതിക്കുന്നു, അദ്ദേഹത്തിന്റെ വാദങ്ങൾ തള്ളിക്കളയുന്നു. അപ്പൊ നമ്മളിപ്പോ ഇസ്ലാമികമായ വിശ്വാസങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസപരമായ കാര്യങ്ങൾ നമുക്ക് വിശ്വസിച്ചേ മതിയാവും. അതിൽപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഗൈബായ കാര്യങ്ങൾ. ഇപ്പൊ മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുന്ന ഖുർആനിലൊരു വളരെ സുന്ദരമായ ഒരു വചനമുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന് പറഞ്ഞു. അതിൽ ഒരു അടിവരേണ്ട വാക്കാണ്. അതായത് അദൃശ്യമായതിനെ കാണുന്ന വിശ്വസിക്കുന്ന ആളുകൾ. അപ്പൊ അദൃശ്യമായതിനെ നമുക്ക് നമ്മുടെ കണ്ണിൽ കാണുന്നേ അല്ല, അത് നമ്മൾ മരിച്ചു പോകുന്നത് വരെ നമ്മൾ കാണുന്നില്ല. എങ്കിലും അതിലുള്ള വിശ്വാസം എന്താണ്? ഇറ്റ്സ് മാൻഡേറ്ററി. അപ്പോഴൊരു മുഅ്മിൻ ആകുന്നുള്ളൂ. അവിടെ നമുക്ക് അത്രയും മറുപടി ഉള്ളൂ. അത്തരം കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് ഖബറിലെ അതാണെങ്കിലും, ഖബറിലെ അദാബിന്റെ വിഷയമാണെങ്കിലും, നാളെ മഹ്ശറിലെ ചോദ്യമാണെങ്കിലും, സ്വർഗ്ഗ നരകമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അത് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഹബീബ് നമുക്ക് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിൽ നമുക്ക് അത് വ്യക്തമായി അള്ളാഹു പറഞ്ഞു തന്നു. അതിലുള്ള വിശ്വാസമാണ്
ഒരു മുഅ്മിനെ എന്താക്കുന്നത് അത് വിശ്വസിപ്പിക്കുന്നത്. അതോടുകൂടി അയാൾ വിശ്വാസി ആവുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുലുള്ള വിശ്വാസം, തിരുനബിയിലുള്ള വിശ്വാസം, അതുപോലെ ആഖിറത്തിലുള്ള വിശ്വാസം, ഇത് മൂന്നുമുള്ള ഒരാൾക്ക് മാത്രമേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ശരിക്ക് അവകാശമുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്ത ആൾക്ക് എന്തും അതും വിളിച്ച് പറയാം. സാമൂഹ്യമായ കാര്യങ്ങൾ നമുക്ക് ന്യായമായിട്ടും പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അല്ലാണ്ട് ഒരു മതത്തിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് അതിന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അങ്ങനെ എങ്ങനെയെന്ന് ഒരിക്കലും എന്താ പറയാ പുറത്തുനിന്ന് ഒരാൾ പറയും പോലെ തന്നെയാണ് ഇപ്പൊ ഈ കക്ഷി പറയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ആളുകളെയും പറഞ്ഞല്ലോ, അത്ര തന്നെ. ആ വിഷയത്തിൽ നമുക്ക് അത്രേ പറയാനുള്ളൂ ശരിക്കും. ഓക്കെ. അതിപ്പോ പിന്നെ പണ്ട് ഞങ്ങളൊരു തമാശ പറയും, ഒരു പിന്നെ നാട്ടിലിങ്ങനെ എല്ലാത്തിനും വിമർശിക്കുന്ന ഒരാളുണ്ട്. പക്ഷെ അയാൾ ഭയങ്കര വിശ്വാസിയാണ്, അന്ധവിശ്വാസിയാണ്. അപ്പൊ ഏതൊരു ജ്യോത്സ്യം പറഞ്ഞു തന്നെ ഇത്ര വയസ്സാകുമ്പോൾ നീ മരിക്കും. അപ്പൊ പിന്നെ അയാൾക്ക് ആ പ്രായമായപ്പോ അയാൾക്ക് ഭയങ്കര പേടിച്ചു. പിന്നെ അയാൾ മരിക്കുന്ന ഉറപ്പാണല്ലോ, ജ്യോത്സ്യം പറഞ്ഞാണല്ലോ. അങ്ങനെ ഇയാൾ ആ ഡേറ്റിന്റെ മുമ്പാകെ വെപ്രാളപ്പെട്ടു, പ്രശ്നങ്ങളായി, ബേജാറായി. അങ്ങനെ അയാൾ വേറൊരു ആളെടുത്ത് ചെന്നു. അപ്പോൾ അയാൾക്ക് വെറുതെ പറയുകയാണെങ്കിൽ മരിക്കുന്നില്ല, എൻ്റെ വീട്ടിൻ്റെ ആ പിന്നെ തെക്ക് ഭാഗത്തൊരു ചെന്തങ്ങില്ലേ, ആ തെങ്ങ് എന്നാണ് ഉണങ്ങുന്നത് അന്നേ മരിക്കുള്ളൂ. അവന് തെങ്ങ് അങ്ങനെ പെട്ടെന്നൊന്നും ഉണങ്ങില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് വെച്ചാൽ തെങ്ങിനൊക്കെ ഉണ്ടാവും വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ പാർന്ന് നനച്ച് സുഖമായിട്ട് ഇങ്ങനത്തെ, കാരണം തെങ്ങ് ഉണങ്ങാൻ നോക്ക്. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഉണ്ട് കാരണം തെങ്ങ് ഇടി പറ്റിയിട്ട് ഉണങ്ങിനു, സാധാരണ ഉണങ്ങാത്ത തെങ്ങ്. പിന്നെ അവനെ ഉറപ്പിച്ചു, മരിച്ചല്ലോ. അങ്ങനെ ഇവൻ കവറിൽ പോയി കിടന്നു, ഡ്രസ്സൊക്കെ മാറ്റി വെള്ള തുണിപ്പാക്കിയിട്ട് കവറിൽ കിടന്നു. അപ്പൊ അന്ന് ഈ വാഴക്കൊല കൊണ്ടുപോകണം, പഴയ കാലത്ത് വാഴക്കൊല വലിയ പരന്ന കൊട്ടയിൽ കൊണ്ടുപോയിട്ട് ഈ പള്ളിപ്പറമ്പിന് അവിടെയൊക്കെ ഒരു അത്താണിന്ന് പറയും, അതിന്മേൽ ഇങ്ങനെ നിർത്തിയിട്ട് വരത്തൊരു വടിയുണ്ടാവും. പണ്ട് ഇങ്ങനെ റോഡൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഒരു വടി വെച്ചിട്ട് ഈ പരന്ന കൊട്ടയ്ക്ക് ഇങ്ങനെ വയ്ക്കുന്ന വടി വെച്ച് നിൽക്കും. അങ്ങനെ ഏതോ ഒരാൾ വാഴക്കൊലയായിട്ട് രാത്രി ഇങ്ങനെ കൊണ്ടുപോയി അവിടെ നടന്നിങ്ങനെ പോകണ്ടേ, അത്താണിയിൽ അവിടെ നിർത്തി കൊണ്ട് കബറിന്ന് ഇങ്ങനെ ഒരു ചുമ കേൾക്കണം. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഒരാൾ കബറിൽ കിടക്കുന്നുണ്ട്, അനക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ തളഞ്ഞു പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകണമെന്നില്ല. അയാൾ ആ മുട്ടിനോ ആ വടി എടുത്തിട്ട് മരിച്ചതാണെന്ന് അറിയാൻ വേണ്ടി ആ വലിയ വടീനെ എന്തൊരു പേരുണ്ട്, അതുകൊണ്ട് കുത്തി നോക്കുമ്പോൾ അനങ്ങുണ്ട്. അതിലൊരൊറ്റടി മുട്ടിന് ഇത് പോടാ അവിടുന്ന് ഓദ്യാസം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവൻ ഇറങ്ങി ഓടിയിട്ട് പിറ്റേന്ന് വീഡിയോ കളയുമെന്ന് പറഞ്ഞാൽ കവറിൽ അതാവ് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പറയാട്ടോ, അവിടെ അയാൾ അതാവൊന്നുമില്ല. അവിടെ ഒരുത്തം വരും, ഒരു വടിയായിട്ട് വരും, എന്നിട്ട് ആദ്യം തൊട്ട് വെക്കും അടിപൊളിയൊക്കെ, എന്നിട്ട് മുട്ടിന് നല്ല റെഡി അടിച്ചിട്ട് ഈച്ച് പോടാടുന്ന് പറയും. അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാണ്. അപ്പൊ അതുപോലെയാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ ഈ പറഞ്ഞ പ്രചരണങ്ങളൊക്കെ. കാരണം ഇവരതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നത്. അതായത് ഇത് മാത്രമല്ല, നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ കുറെ അതായത് തമാശയായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ ഒരു അസ്തിത്വത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങളിലോ തിരുനബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലോ ഒന്നും ഇത്തരം തമാശക്ക് നമുക്കൊരു സ്ഥാനമില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ ആൾക്കാർ ചിരിപ്പിക്കാനും തമാശക്കാനും, പക്ഷെ അത് ഇന്ന് നിങ്ങൾ പറഞ്ഞ ഒരു ട്രോളായിട്ടും അതുപോലെ തന്നെ കൂടുതൽ കൊമിക്കായിട്ടൊക്കെ തമാശയായിട്ട് തന്നെ എന്ത് വരുന്നുണ്ട്, ഈ ഉഹ്റവിയായ നമ്മുടെ ആഖിറത്തിലെ വിശ്വാസപരമായ കാര്യങ്ങളടക്കം കടന്നു വരുന്നുണ്ട്. നരകായിട്ട് സ്വർഗം, ഒരിക്കലും അത്തരം വിഷയങ്ങൾ നമ്മളെ ഇപ്പൊ എ ഒക്കെ വന്ന കാലത്ത് സ്വർഗം എയിലൂടെ ഉണ്ടാക്കപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നു. പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ ആ വിഷയം പാടെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തില് അള്ളാഹ് പിന്നെ റസൂലും ഖുർആനിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അടിവരയിടാണ് ഇപ്പൊ ചെയ്യുന്നത്. നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നു മലക്കുകൾ എങ്ങനെ നമ്മളെ നന്മ തിന്മകൾ എഴുതുന്നു. ശരിക്കും നമ്മൾ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ വിശ്വാസികൾക്ക് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനുള്ള അങ്ങനെ മനുഷ്യനിർമ്മിതമായ ഒരു ശക്തിക്ക് അതൊക്കെ കഴിയുമെങ്കിൽ അതിന്റെ അപ്പുറത്തെ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളൊക്കെ അവയവങ്ങള് ചലിക്കുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ, ഒരു മെയിൻ്റനൻസ് തേയ്മാനൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഒരു അവയവം നഷ്ടപ്പെടും. ഞാൻ എൻ്റെ ലിവർ പോയിട്ടുണ്ട്, അപ്പോഴാണ് അതിന്റെ വില അറിയുന്നത്. ഇപ്പോ ഈ ഒരു ശരീരത്തിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ ഒരുപാട് കോടി രൂപയുടെ മുതലുണ്ട്. കണ്ണിന് വില, സ്കിന്നിന് കിട്ടും, ശ്വാസകോശത്തിന് കിട്ടും, ഹാർട്ടിന് കിട്ടും. പിന്നെ കിട്ടാത്ത സാധനമൊന്നും ഇല്ല ഇപ്പം, എല്ലാത്തിനും വിലയായി, ബ്ലഡിനുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒരു മനുഷ്യന്റെ ഒരു ശരീരത്തിൽ ഇത്രയും അവയവങ്ങളും ഇത്രയും ശാസ്ത്രീയമായിട്ടത് ഒരു നമ്മള് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തത് നിലനിന്ന് പോകണ്ടല്ലോ. അപ്പൊ ഇതന്നെ വലിയൊരു, അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മനുഷ്യന്റെ ഈ ഇപ്പോഴത്തെ ഈ ഒരു അടക്കമുള്ള മനുഷ്യ സൃഷ്ടിയിലൂടെ, മനുഷ്യന്റെ നിർമ്മിതികളിലൂടെ തന്നെ നമുക്ക് അള്ളാഹുവിലുള്ള വിശ്വാസവും അതൊക്കെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ കഴിയും. പക്ഷെ അത് വിശ്വാസികൾക്ക്. അതേ സമയത്ത് അള്ളാഹുവിന്റെ മാത്രം അത്ഭുതകരമായ, അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത, അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, മാല ഐനുൻ റഅത് വല ഉദുനുൻ സമീഅത് എന്നാ പറയാ. അതായത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, അത്രമേൽ നമുക്ക് എങ്ങനെയെന്ന് അതിനെ എന്താ പറയാ ഒന്ന് വർണ്ണിക്കാൻ പോലും കഴിയില്ല, അങ്ങനെയുള്ള ഒരു മഹാസംഭവമാണ് സ്വർഗം. അവിടെയുള്ള സംഭവങ്ങളൊക്കെ അത് ഇവിടുത്തെ മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതിനാണ് ഞാൻ പറഞ്ഞത്. അതൊരിക്കലും ശരിയല്ല, മനസ്സിലായില്ല, അത്രയും പറഞ്ഞതിന്റെ ഉദ്ദേശമുള്ളൂ. പക്ഷെ അതേ സമയത്ത് നിങ്ങൾ പറഞ്ഞ നല്ല പോയിന്റാണ്. ഈ ഒരു AI മറ്റൊക്കെ വന്നപ്പം
നമ്മുടെ അക്കീദയും വിശ്വാസങ്ങളൊക്കെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ അരക്കിട്ടുറപ്പിക്കാൻ അത് കുറച്ചു കാരണം. കാലം മുമ്പ് നമ്മളെ മനസ്സ് വായിക്കാനും നേയ്ക്ക് കഴിയും, നമ്മുടെ ഇതൊക്കെ കഴിയും. അത് കഴിയുമെന്ന് ഇപ്പൊ നമ്മളെ ഒരു 10-20 കൊല്ലം മുമ്പ് പറഞ്ഞാൽ അന്ന് ജനങ്ങൾ വിശ്വസിക്കൂലായിരുന്നല്ലോ. തീർച്ചയായിട്ടും. അങ്ങനെ സംഭവം ഉണ്ടാവോ? ഉം. നമ്മളിന്ന് എന്ത് ചിന്തിക്കുന്നു എന്നറിയാം. നമുക്കിപ്പോ ഗൂഗിള് റൂട്ട് പറഞ്ഞു തരും, എത്ര അതെ, ആൾക്ക് പറഞ്ഞു കൊടുക്കണം അതെ. അല്ലെ, അവിടെ ബ്ലോക്ക് ഉണ്ട്. ഇതൊന്നും നമുക്ക് ആ ഒരു 10-20 കൊല്ലം മുമ്പ് ചിന്തിക്കാൻ കഴിയില്ല അതെ. അല്ലെ. ഇന്നിപ്പോ കണ്ണിന്റെ റെറ്റിന ആയിട്ട് പരിശോധിച്ചിട്ട് നമുക്ക് 5 കൊല്ലം മുമ്പ് വരെ ശേഷം വരാവുന്ന രോഗങ്ങളെ കുറിച്ച് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ കാലത്ത് അന്നത്തെ കൗമനോട് പറഞ്ഞ അവരത് വിശ്വസിക്കൂല അല്ലെ. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് ഇതൊരു തമാശയായിട്ട് പറഞ്ഞതല്ല. ഇത് സത്യത്തില് ഇന്ന് നമ്മുടെ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള കാരണം അത് ഹിന്ദു മതമായാലും ഇസ്ലാം മതമായാലും ക്രിസ്തു മതമായാലും യഥാർത്ഥ മതവിശ്വാസത്തിന്റെ പോരായ്മ തന്നെയാണ്, അതിലില്ലായ്മ തന്നെയാണത്. കാരണം അതുണ്ടെങ്കിൽ ഒരിക്കലും ഇപ്പം നമ്മൾ ദിവസം ഒരു കൊലപാതകം കേൾക്കാത്ത ദിവസമല്ല. അച്ഛനെ കൊല്ലണം, ഉമ്മനെ കൊല്ലണം, പാപ്പനെ കൊല്ലണം, പെങ്ങന്മാരെ കൊല്ലണം, 5 ആൾ ഒന്നായിട്ട് കൊല്ലണം അല്ലെ. മയക്കുമരുന്ന് എന്തൊക്കെയാണ് ആളുകൾ ഇന്ന് കാട്ടിക്കൂട്ടുന്നത് നമുക്കറിയാൻ കഴിയില്ല. ഇതൊക്കെ സത്യത്തില് ആ മതപരമായ ഒരു ചട്ടക്കൂടിനെ പൊട്ടിച്ച് പുറത്തു വരുന്ന ഒരു തലമുറക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. എല്ലാ മതങ്ങളും ജനങ്ങളെ ബോധിപ്പിക്കുന്നത് നല്ല മനുഷ്യരാവണം, മദ്യപിക്കാൻ പാടില്ല, മദ്യപിക്കണം എന്ന് പറഞ്ഞ മതം ഇല്ല. എന്തെങ്കിലും പുതിയ ന്യൂ ജനറേഷൻ മതങ്ങളൊക്കെ വല്ലതും ഉണ്ടാവും, പുതിയ ഏതെങ്കിലുമൊക്കെ പുതിയ ഭ്രാന്തന്മാരൊക്കെ കൂടി ഉണ്ടാക്കുന്നുണ്ട്. സംഘവും അല്ലാത്തതിലൊന്നും ഒന്നും പറയുന്നില്ല. അന്യനെ കൊല്ലാൻ പറയുന്നില്ല, അന്യനെ എല്ലാവരും പരസ്പരം സ്നേഹിക്കാനാണ് എല്ലാ മതങ്ങളും പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് അത് വെച്ച് അവസാനിപ്പിക്കാം. അതെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിലൂടെ തന്നെ കടന്നു പോകുന്നത് സർവ്വവേദ സത്യം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു അഖീദയ്ക്ക് ശരിക്കും വിരുദ്ധമായ കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മോട് അള്ളാഹു താല പറയുന്നത് ഇന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറയുന്ന മതമാണ് സ്വീകാര്യയോഗ്യമായി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ ഏക മതമായിട്ട് അതന്നെ ഉള്ളൂ. പക്ഷേ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അവർക്ക് അവരുടെ ആശയങ്ങളായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ നമുക്കിത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ഇസ്ലാം മാത്രമാണ് ശരി എന്നുള്ളത്. അതങ്ങനെ തന്നെ അടിയുറച്ച് വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഓക്കെ. അതേ സമയത്ത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്നേഹം, കരുണ, അലിവ്, അങ്ങനെ ഉണ്ടല്ലോ, പരസ്പരമായ ബഹുമാനം, ധാരണ, അത് വളരെ കൃത്യമായിട്ടൊരു മനുഷ്യൻ എന്ന നിലക്ക് ഒരു മുസ്ലിമായ വ്യക്തി പരിപാലിക്കുകയും വേണം. പക്ഷെ അവന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അത് കറക്റ്റായിട്ട് ഒരു മതത്തിന്റെ ചട്ടയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുള്ളതാണ് നമുക്ക് നിങ്ങൾ പറഞ്ഞ അതിലും അതിന്റെ നമ്മളിത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നടക്കുന്ന ഈ തീവ്രവാദം ഇത് അതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദമുണ്ട്, ഹിന്ദു മതത്തിന്റെ പേരിൽ തീവ്രവാദ വിഭാഗമുണ്ട്, ക്രിസ്തു മതത്തിന്റെ പേരിലുണ്ട്, ഒക്കെ ഉണ്ട്. ഈ തീവ്രവാദവും ഈ അക്രമങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ, എല്ലാ മതങ്ങളും ജനങ്ങളെ സ്നേഹിക്കാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. മനുഷ്യന് ഉത്തമ പൗരന്മാരായി ജീവിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഒരു മതവും പിന്നെ മറ്റു മതക്കാരനെ കൊല്ലാനോ അല്ലെങ്കിൽ അയൽവാസിനെ ആക്രമിക്കാനോ കളവ് നടത്താനോ വ്യഭിചരിക്കാനോ മദ്യപിക്കാനോ ഒന്നും പറയുന്നില്ല. എല്ലാ മതങ്ങളും നമ്മളെ ഉത്തമ പൗരന്മാരായി വളർത്താനുള്ള സന്ദേശമാണ്. അത് ഹിന്ദു മതമാണെങ്കിലും ഇസ്ലാം മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ലോകത്തിലെ എല്ലാ മതങ്ങളും ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ എല്ലാത്തിലും പുതിയ ന്യൂ ജെൻ്റെ ആളുകളുണ്ട്. അങ്ങനെ ചില പിന്നെ പുതിയ മതങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ സ്വാതന്ത്ര്യം, സർവ്വവിധ സ്വാതന്ത്ര്യമൊക്കെ നൽകുന്ന പലരും. എനിക്ക് എന്റെ ശരീരം എനിക്കുള്ള സ്വാതന്ത്ര്യം അതൊക്കെ ഓരോ ഉണ്ട്. അതിപ്പോ എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. അപ്പോ നമുക്ക് എനിക്ക് ഇതിന്റെ അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇവിടെ ഇതൊരു ഇസ്ലാമിന്റെ മാത്രം വിഷയമല്ല. ഈ സമൂഹത്തിന്റെ മൊത്തം നേരിടുന്ന ഈ പൊതു പ്രശ്നങ്ങൾക്ക് ഈ പ്രത്യേകിച്ചും ഉസ്താദിന്റെ മുമ്പിലുള്ള ഉസ്താദിനോട് പറയുമ്പോൾ ഉസ്താദ് അടക്കം ഉൾക്കൊള്ളുന്ന ഈ മുസ്ലിം സമുദായത്തിലെ വ്യത്യസ്ത സംഘടനകൾ, വ്യത്യസ്ത വിഭാഗങ്ങൾ, അതുപോലെ മറ്റ് മതസംഘടനകൾ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇന്ന് വലിയൊരു വിപത്താണ് മയക്കുമരുന്ന്. നമ്മൾ ഓരോരുത്തരുടെ വാതിൽപ്പടിയിൽ എത്തിയിട്ടുണ്ട്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നോ നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ അതിൽ നല്ല ഒരു മറ്റുള്ള വിഭാഗീയതയും കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ സ്വത്ത് താല്പര്യങ്ങളായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് വേറെ ചില താല്പര്യങ്ങൾ പബ്ലിസിറ്റിയുടെ ഒക്കെ ഭാഗമായിട്ട് ഉസ്താദ് പറഞ്ഞ പോലെയൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ റമദാൻ മാസത്തിൽ ഉസ്താദ് കൊടുക്കേണ്ട ഒരു സന്ദേശം അതാണ്. ഈ പുതിയ തലമുറ നമുക്ക് പേടിയാണ്. ഓരോ ദിവസവും പത്രം വായിക്കുമ്പോഴും ടി വിന് മുമ്പിൽ ഇരിക്കുമ്പോഴും കാണുന്നത് ഈ മദ്യവും മനുഷ്യനല്ലാതായി മാറിയിട്ട് നടത്തുന്ന പിന്നെ ഇത് കണ്ടിട്ടാൻ തോന്നുന്നു മൃഗങ്ങൾ ഇപ്പോൾ ആ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ കുറുക്കനൊക്കെ വന്നിട്ട് ആളെ കടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ തമാശ പറയും, ജീവൻ രക്ഷാ പ്രവർത്തനത്തിനാണ് ഇപ്പോൾ. പണ്ട് ആനയും കുതിരയൊന്നും അങ്ങനെ ഇറങ്ങില്ല. ഇപ്പൊ ഏത് ജീവിയാണ് നമ്മൾ പിന്നെ ഇതാക്കുന്നറിയില്ല. പണ്ട് നമുക്ക് പൂച്ചേൻ്റെ അടുത്തൊക്കെ കയറുന്നു. ഇപ്പൊ ഇനി പൂച്ചപ്പോഴാണ് ഈ പോക്കിരിയായിട്ട് വരുന്നതെന്ന് അറിയാം. എല്ലാ ജീവികളും മാറി, മനുഷ്യനും മാറി, സമൂഹം മൊത്തം, പ്രകൃതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായല്ലോ. അപ്പൊ ഇതിനെക്കുറിച്ച് അവസാനം ഉസ്താദിന്റെ ഒരു ഇത് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഓക്കെ. അപ്പോൾ ഒരു മെസ്സേജ്
നമ്മളെ മെസ്സേജ് എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളും നിങ്ങൾ പറഞ്ഞ കരുണയും അതൊക്കെ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇസ്ലാമും തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരിക്കൽ ഇപ്പം മതത്തിന്റെ ലേബിളിൽ പക്ഷേ പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. അത് വളരെയധികം നമുക്ക് സങ്കടകരമാണ്, പരിതാപകരമാണ്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ പരിശുദ്ധ മതം ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമത വിശ്വാസികൾ അതിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റ് മതസ്ഥരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ ഒരു കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. പിന്നെ സമൂഹത്തിന് പൊതുവായിട്ട് വരുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവരുടെ മദ്യം, മയക്കുമരുന്ന് ഇത്തരം വിഷയങ്ങളിൽ എല്ലാവരും കൂട്ടായിട്ട് ഒരുമിച്ച് നിന്നിട്ട് സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ഒരു പോരാട്ടം അതെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നേരിടുക തന്നെ വേണം എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഒരു നല്ലൊരു മാനവികമായ ഒരു ആശയം നമുക്ക് ഇവിടെ നിലനിർത്താൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും.